ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധോൽപ്പന്നങ്ങൾ വാങ്ങാൻ കോടികൾ ചെലവിട്ട് റഷ്യ. ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് ഇന്ത്യയുമായി വ്യാപാരം ആരംഭിച്ച റഷ്യയിലെ കയറ്റുമതിക്കാർ അടുത്തിടെ $4 ബില്യൺ ചെലവഴിച്ചാണ് ഇന്ത്യ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങുന്നത്. ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് ഇന്ത്യൻ റഷ്യയും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനായി ആരംഭിച്ച വോസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമാണ് ഇതിനായി ചെലവിടുന്നത്. ഒക്ടോബർ വരെ റഷ്യ ഇറക്കുമതിക്കായി വോസ്ട്രോ അക്കൗണ്ടുകളിൽ നീക്കിവെച്ചത് ഏകദേശം $8 മില്യൺ ആയിരുന്നു. വെറും 6 മാസത്തിനുള്ളിൽ ഈ ഫണ്ടിന്റെ 50% അവർ ഉപയോഗിച്ചത്. പ്രാദേശിക കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2023 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ 20 ബാങ്കുകൾക്ക് 22 രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകളുമായി ഇടപാട് നടത്താൻ അനുമതി നൽകിയിരുന്നു. അതിലൊന്നായിരുന്നു റഷ്യ. ഫോറക്സ് സെറ്റിൽമെന്റുകൾ, ക്രോസ് ബോർഡർ പേയ്മെന്റുകൾ, വിപണിയിലെ നിക്ഷേപം എന്നിവ ഉൾപ്പെടെയുള്ള ഇടപാടുകൾക്കായി വോസ്ട്രോ അക്കൗണ്ട് വിദേശ വായ്പക്കാരനെ അനുവദിക്കുന്നു. ഈ വോസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്നുള്ള രൂപ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ ഉപയോഗിക്കുന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് മറ്റു രാജ്യങ്ങൾക്ക് പിന്മാറിയപ്പോഴും ഇന്ത്യ റഷ്യയിലേക്ക് യന്ത്രസാമഗ്രികൾ, ഓട്ടോ ഭാഗങ്ങൾ, മറ്റ് എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ആയുധങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് റഷ്യ വോസ്ട്രോ അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ തുടങ്ങി. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ നിഷ്പക്ഷമായാണ് ഇന്ത്യ നിലപാടെടുത്തിട്ടുള്ളത്. റഷ്യയും യുക്രൈനുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നതും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് കേവലം 2% മാത്രമായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 25% ഉയർന്നിട്ടുണ്ട്. എന്നാൽ യുദ്ധം മുന്നോട്ട് പോകുന്തോറും ഒരു പക്ഷം തിരഞ്ഞെടുക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് സമ്മർദ്ദം ഏറുകയാണ്. പിന്തുണ ആവശ്യപ്പെട്ട് യുക്രൈനും ഇന്ത്യയെ സമീപിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു തരത്തിലുമുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇരു രാജ്യങ്ങളും വിസമ്മതിക്കുന്നതാണ് പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.